സാറ് പറഞ്ഞു സാർ ഉപയോഗിക്കുന്നില്ല, ഞാനത് എനിക്ക് വേണ്ട, എന്റെ ചോയ്സ് അത്. അങ്ങനെയെങ്കിൽ അതായത് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള സാറിന് തോന്നി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള ഒരു സംഭവം സമൂഹത്തിൽ വ്യാപകമായി കിട്ടട്ടെ, ഇതിലേക്ക് സമൂഹം നശിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതും തെറ്റല്ലേ? മര്യാദയില്ലാതെ നിങ്ങൾ വീണ്ടും പറയരുതെന്ന് ഞാൻ പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? നിങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ആര് പറഞ്ഞു? താങ്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ മദ്യം വിറ്റോണ്ടിരിക്കുന്നതല്ലേ, ഉപയോഗിക്കേണ്ടതല്ലേ? അപ്പൊ അത് ഗവൺമെന്റ് വിൽക്കുന്നതല്ലേ? എന്താ നിങ്ങൾ അതിനെ വേണമെങ്കിൽ സംസാരിക്കാത്തപ്പോ? മദ്യത്തെ പോലെയാണോ? പിന്നെ എന്തുവാ വ്യത്യാസം? മയക്കുമരുന്നാണ് മദ്യം, മയക്കുമരുന്നാണ് മദ്യം. ഡ്രഗിനകത്ത് അഞ്ചാമത്തെയോ നാലാമത്തെ, ഇപ്പം പുതിയ ഡ്രഗ് കണ്ടുപിടിച്ചപ്പോൾ നാലാമത്തെ, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് 4ാമത്തെ സ്ഥാനമാണ് മദ്യം, 10ാമത്തെ സ്ഥാനമാണ് കഞ്ചാവ്, 1ാമത്തെ സ്ഥാനത്തുണ്ടായിരുന്നത് അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് LSD, അത് കഴിഞ്ഞിട്ട് കൊക്കൈൻ. ഇങ്ങനെയാണ്. അല്ല മദ്യം എന്താണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിക്കോട്ടിൻ, സിഗരറ്റ് അഡിക്ഷന്റെ സ്ഥലത്ത് 6ാമത്തെ സ്ഥാനത്തുള്ളതാണ്. സിഗരറ്റ് വലിച്ചവനെ പോലെയാണോ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ പെരുമാറുന്നത്? മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനാണ് സിഗരറ്റ് വലിക്കുന്നത്. സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു MDMA യൂസ് ചെയ്ത ഒരു വ്യക്തിയും ഒരു സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം. MDMA നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അതിന്റെ മേലെ ചർച്ച വേണ്ട. അല്ല, നിങ്ങൾ ചർച്ച വേണ്ട. നിങ്ങളിവിടെ മദ്യം കഴിച്ചിട്ട് റോഡ് മുഴുവൻ ആൾക്കാർ കിടക്കുന്നില്ലേ? ഇല്ലേ? ഇല്ലേ എന്നോട് ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടു വ്യക്തികൾ കിടക്കുന്നുണ്ടെന്ന് കേട്ടു. മയക്കുമരുന്ന് സമൂഹത്തിൽ കൊണ്ടുവന്നാൽ ഇതുപോലെ റോഡുകളിൽ നിങ്ങൾ റോഡിൽ ഈ കിടക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് ചർച്ച എന്താ ഇല്ലാത്ത? മദ്യം അങ്ങനെ കുടിച്ച് കിടക്കുന്നു നിങ്ങൾ പറഞ്ഞൊരു ഒരു സ്റ്റേറ്റ്മെന്റ്. എനിക്ക് അതുകൊണ്ട് അത് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ? അതുപോലെ തന്നെ മയക്കുമരുന്നും നമ്മുടെ മയക്കുമരുന്നാണ് അത്. കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അമേരിക്കയിലും പല സ്ഥലങ്ങളും ഇത് ഭയങ്കരമായിട്ട് ഒരുപാട് കിട്ടുന്നത് കൊണ്ട് ഈ റോഡ് സൈഡിൽ ഇപ്പൊ ഇവിടെ കുടിച്ച് കിടക്കുന്ന പോലെ കിടക്കുന്നില്ലേ? അപ്പോഴും ആളുകൾ കേടുവരികയല്ലേ? അതുപോലെ നിങ്ങൾ എന്താ പറയുക, മദ്യം കിട്ടുന്നത് പോലെ മയക്കുമരുന്ന് കിട്ടുക. അപ്പൊ അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ മദ്യവും മയക്കുമരുന്ന് എന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ ലോകത്തില്ല. അതാണ് നിങ്ങളെ പോലുള്ള ബുദ്ധിശൂന്യരായ മനുഷ്യർ ആദ്യം പറയുന്നത്. മദ്യവും മയക്കുമരുന്ന് ഇല്ല, മയക്കുമരുന്നാണ് മദ്യം. അത് വലിയ ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ് നിരോധിക്കാൻ പറ്റാതെ. ഈ അമ്പലം നിരോധിക്കാൻ പറ്റാത്ത പോലെയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് അത് വിൽക്കുന്നവരുടെ അടുത്ത് നിൽക്കുന്നത്. അത് വിൽക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നും സിഗരറ്റും വിൽക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ഈ ഗവൺമെന്റുകളെ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് മറ്റതെല്ലാം മയക്കുമരുന്നായത്. അവരുടെ എന്താണ് വരുമാന കുറവുണ്ടാകുമെന്ന് കാണുന്നതിൻ്റെ ന്യായമേ ഉള്ളതില്. അല്ല നിങ്ങൾ വിചാരിക്കുന്നത് ഈ മദ്യം കഴിച്ച് റോഡിൽ കിടക്കുന്നതിന് കവിഞ്ഞ് നിങ്ങൾ പറയുന്ന MDMA കഴിച്ചിട്ട് റോഡിൽ കിടക്കത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു മദ്യമാണ്, മദ്യം പ്രശ്നമാണെന്ന് പറഞ്ഞില്ലേ? എങ്കിൽ മദ്യവും നിരോധിച്ചോട്ടെ, മയക്കുമരുന്നും നിരോധിച്ചോട്ടെ എന്ന് പറയായിരുന്നില്ലേ? നിരോധിക്കുന്ന സാധനം രഹസ്യമായി ഉണ്ടാകുമെന്നുള്ള ചരിത്രം നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് അത് പറയുന്നത്. അത് നിങ്ങൾ ഇരുന്നുണ്ട് എന്നോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഗവൺമെന്റ് ഒന്നും അല്ല. നിങ്ങളുടെ ആഗ്രഹ ചിന്ത മാത്രമാണ്. 13 വർഷം മദ്യം നിരോധിച്ച രാജ്യമാണ് അമേരിക്ക. 13 വർഷം, 1920 തൊട്ട് 1933 വരെ 13 വർഷം വെച്ചപ്പോൾ മാഫിയ സംഘം ആ രാജ്യത്തുണ്ടായി. ഇത്രയധികം ഗണ്ണ് ഉപയോഗിക്കുന്ന രാജ്യമായി അത് മാറി. സകലരും മദ്യപാനികളായി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്, വിഷയം അറിഞ്ഞുകൂടാതെ കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. വിഷയം സാർ ഇങ്ങനെ സംസാരിക്കുമ്പോഴോ? ഏത് വിഷയമെല്ലാം അറിയുന്ന സാർ ഇങ്ങനെ സംസാരിക്കും? ഞാൻ അങ്ങനെയാ സംസാരിക്കുന്നത്. വിഷയം അറിഞ്ഞിട്ടാണ് മിണ്ടുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും നിരോധിച്ച രാജ്യങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ടോ? നിരോധിച്ച രാജ്യങ്ങളുണ്ട്, അവിടെ ക്രിമിനൽസാണ് ഉണ്ടായത്. അത് പിൻവലിക്കാൻ ബാധ്യതയുണ്ടായി. പിൻവലിച്ചതിന് ശേഷം എന്താ ഉണ്ടായി? ക്രിമിനൽസ് തുടർന്ന്. ഇന്ന് അമേരിക്ക ഭരിക്കുന്നത് ക്രിമിനൽസാണ്. ഇന്ത്യയിൽ മദ്യം നിരോധിക്കുമ്പം എന്താ സംഭവിക്കുന്നത്? മദ്യം നിരോധിച്ച സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് പോകണം. ഗുജറാത്തിൽ നിങ്ങൾ പോകണം, എല്ലാ വീട്ടിലും കിട്ടും. നിങ്ങൾക്ക് ആ സൗദി അറേബ്യയിലും ദുബായിലൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം. അവിടെ എല്ലാം നിരോധിച്ച് വെച്ചിരിക്കുകയാണ്. കിട്ടാത്ത ഒരു സ്ഥലവും ഇല്ല. രായ്ക്ക് രാമായണം ഈ സകല കള്ളന്മാരെ ഉണ്ടാക്കാമെന്നുള്ളതല്ല, ഒരു പ്രയോജനം അതിനകത്തില്ല. ക്രിമിനൽസിനെ ഉണ്ടാക്കി നമ്മൾ അവസാനം അണ്ടർവേൾഡ് എന്ന് പറഞ്ഞ വാക്കൊക്കെ വന്നിട്ടില്ലേ? ഇതൊക്കെ ഉണ്ടായത് ഈ മദ്യ നിരോധനത്തിനകത്തു നിന്നാണ്.